ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ റീഡിംഗ് 2025 എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ഓവറോൾ അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് കാണുന്ന ഫ്ലവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 സെക്കൻഡ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, രണ്ടും റോസ് ഫ്ലവേഴ്സ് ആണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ജെൻറ്റിൽനെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ആൻഡ് ഈ ഒരു 1 ഇയറിലായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതിൽ ഏതൊരു ഫ്ലവറിനോടാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് ഫോർ 2025. കരിയർ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫോക്കസ്, പ്ലഷർ. ഓക്കെ, നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടെ നോക്കാം. ബോട്ടം എനർജി ഓപ്പർച്യൂണിറ്റി ആണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പേഷ്യൻസ് ആവശ്യമാണ്. ട്രൂത്ത് ആൻഡ് ട്രഡീഷൻ, 10 and 6. ഈ രണ്ട് നമ്പേഴ്സിനും കരിയറിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 10 എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു കർമ്മ ചെയ്യാൻ വേണ്ടിയാണോ ജനിച്ചിട്ടുള്ളത്, അതായത് നിങ്ങൾ ഏത് മേഖലയിൽ അറിയപ്പെടണം, മറ്റുള്ളവർ നിങ്ങളെ ഇന്നതാണ് എന്ന് നോക്കി കാണുന്ന ഒരു എനർജിയാണ് 10th ഹൗസ്. ആൻഡ് 6th ഹൗസ് ഇസ് യുവർ ഡെയിലി ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ 10th ഹൗസിൽ, അതായത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആകണം, നിങ്ങൾ ക്ഷമയുള്ളവരാവണം. ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. നിങ്ങൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എഫക്റ്റീവ് ആക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസസ് എല്ലാം പാലിക്കുക. ഇവിടെ ടോക്കിംഗ് സ്റ്റിക്ക് ട്രഡീഷൻ വന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ക്ലാരിഫിക്കേഷൻ എടുത്തതിന് ശേഷം. ബോട്ടം നമുക്ക് പവർ. യെസ്, ഡെഫിനറ്റ്ലി പവർ ആൻഡ് പൊസിഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് ഒരു സെൽഫ് പവറിലേക്ക്, യു ഫീൽ പവർഫുൾ എന്നുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. ന്യൂമറോളജി കാർഡ് നമുക്ക് നോക്കാം. വിച്ച് നമ്പർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് വാട്ട് ഇസ് എ മെസ്സേജ്? നമ്പർ 8, മാനിഫെസ്റ്റേഷൻ. ബോട്ടം വന്നിരിക്കുന്നത് 81, ലീഡർഷിപ്പ്. പവർ, ലീഡർഷിപ്പ്, ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നമുക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സക്സസ്സിലേക്ക് തന്നെയാണ് ഈ ഒരു വർഷം നിങ്ങൾ പോകുന്നത്. എനർജി എന്താണ് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു വർഷം ഉണ്ടാവുന്നത്? ഇലക്ട്രിക് ഈൽ സ്പിരിറ്റ്, bring your ideas to life. 24, again number 6. Okay, and bottom energy is peacock spirit, let it shine. Again number 10. 10 and 6. 10 and 6. Okay, so ഈ രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ആൻഡ് മൂവ് കാർഡ്സ്. തേർഡ് ഹൗസ്, കമ്മ്യൂണിക്കേഷൻ, ഐഡിയാസ്. ഓക്കെ, ബാലൻസ്, സത്വഗുണമാണ് വന്നിരിക്കുന്നത്, മെയിൻറ്റെയിനർ എനർജി.
ഓക്കെ, ആൻഡ് സീ ദ നമ്പർ അഗെയിൻ, നമ്പർ 10. ശരിക്കും ഇതിൽ നിങ്ങളുടെ ഒരു കർമ്മം അനുസരിച്ച് നിങ്ങൾ ഈ ഒരു വർഷം ഒരു റെക്കഗ്നീഷനിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് കൊഹഷൻ ആണ് അടുത്തൊരു കാർഡ് വന്നിരിക്കുന്നത്. അഗെയിൻ ദിസ് ഇസ് നമ്പർ 8. നമ്പർ 8ഉം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് നമ്പർ ഇസ് ഓൾസോ 8. സോ 6, 8 and 10 is very significant for you. വയ്ക്കാം. The star, wish fulfillment and refining yourself. Okay, 10 of cups and justice, 9 of pentacles, great energy. Bottom is 8 of pentacles, skill upgradation, focus, updation. Wow. And your archetype energy, the dead end, Eros. Okay. ഓക്കെ, ഇവിടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു എനർജി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എറയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. കരിയർ വൈസിൽ എന്താണ് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രം പോരാ. ഈവൻ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുന്നു, അത് മാത്രം പോരാ. ഇതിൻ്റെ ഒരു റിസൾട്ടിനോടുള്ള ഒരു അമിതമായ അറ്റാച്ച്മെന്റ്, ഇതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇല്ലെന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഒരു സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ അയ്യോ അത് കിട്ടുമോ, അത് ശരിയാവുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ, ഈ നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ നിങ്ങളെ തന്നെ സ്വയം ഡിറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിനോടൊരു പേടി ഉണ്ടാവുന്നത്, അതായത് ഈ റിസൾട്ട് കിട്ടുമോ എന്നുള്ളതിലോട്ടൊരു പേടി ഉണ്ടാവുന്നത് അതിൽ അമിതമായി നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ആ റിസൾട്ടിന് വേണ്ടിയിട്ട് അമിതമായിട്ട് അറ്റാച്ച്ഡ് ആവുമ്പോഴാണ്. അതുകൊണ്ട് വാട്ട് യു വാണ്ട് എന്നുള്ളതിൽ അങ്ങോട്ട് ഫോക്കസ് കൊടുക്കുക. അതല്ലാതെ ഇത് നടക്കുമോ എന്നുള്ള പേടിയിൽ നിന്നും ഫോക്കസ് മാറ്റുക. ആൻഡ് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, യൂസ് യുവർ ഡ്രീംസ് ടു മേക്ക് യുവർ മാനിഫെസ്റ്റേഷൻസ് കം ട്രൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപയോഗിച്ച്, സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ അല്ല, ഉണർന്നിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്താൻ പോകുന്ന സ്വപ്നങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയാസ്, അത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ഈ ലോകത്തില്ലാത്തത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഐഡിയകളിൽ നിന്നും വ്യത്യസ്തമായ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ആ ഐഡിയാസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, ആഴത്തിൽ ചിന്തിക്കുക, ആൻഡ് അതിൽ വിശ്വസിക്കുക. വളരെയധികം ആഹാ മൊമെന്റ്സ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ച്. സംതിങ് ഗ്രേറ്റർ ഇസ് ട്രാൻസ്ഫോമിങ്. നിങ്ങൾ ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഏത് കർമ്മത്തിലാണ് ഉള്ളത് ആ ഒരു കർമ്മത്തിൽ കൂടുതൽ നിങ്ങളുടെ സ്കിൽസ്, അറിവ് ഒക്കെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ ചിന്തയിൽ അതിൻ്റെ ഒരു പ്രോഗ്രസിനെ കുറിച്ചുള്ള തോട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾറെഡി നമുക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നത് ലക്ഷറീസ് ആയിട്ടുള്ള ഔട്ട്കം ആണ്. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അർഹിക്കുന്ന ഒരു റിവാർഡ് ഡെഫിനറ്റ്ലി കിട്ടും. അതൊരു യൂണിവേഴ്സൽ ജസ്റ്റിസ് ആണ്. കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു വർഷം നടക്കുക എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു ജസ്റ്റിസ് ആണ്. ഈ ഒരു പ്ലഷർ കാർഡ് വന്ന സമയത്ത് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വർക്ക് മാത്രമായിട്ട് ഇരുന്നാൽ പോരാ. ലൈഫ്, ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് വേണം.
വേണ്ട സമയങ്ങളിൽ വേണ്ട രീതിയിൽ അതിൻ്റെ ബ്രേക്ക് എടുക്കുകയും വേണം. ഈ ബ്രേക്ക് എടുത്തതുകൊണ്ട് എന്നിൽ നിന്നൊന്നും നഷ്ടമായി പോകുന്നില്ല. ഫോക്കസ് ഷാർപ്പാക്കാൻ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്രേക്കുകൾ നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു എനർജിയാണ്. ഇത് നിങ്ങളുടെ ഐഡിയാസിനെ കുറച്ച് കൂടുതൽ ഷാർപ്പാക്കും. അതായത് കംപ്ലീറ്റ്ലി കട്ട് യുവർ സെൽഫ് ചില ദിവസങ്ങളിലെങ്കിലും ഫ്രം വാട്ട് യു ആർ ഡൂയിങ് കോൺസ്റ്റൻ്റ്ലി. ഇപ്പം നിങ്ങളൊരു 3 മാസം ഓഫ് ഡേ ഒന്നും എടുക്കാതെ വർക്ക് ചെയ്ത ഒരാളാണ്. അത് നിങ്ങളുടെ ഡേ ടു ഡേ 9 to 5 ജോബോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സോ വാട്ട് എവർ യു ഡൂയിങ്, അവിടെ നിങ്ങൾക്കൊരു 1 വീക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു റെജുവനേഷൻ, ഒരു റെസ്റ്റ്, ഒരു കട്ട് ചെയ്തിട്ടൊന്ന് പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഈ റോസ് ആൻഡ് പ്ലഷർ ഒന്നിച്ചു വന്നതിൽ മിസ്സിങ് സംതിങ്. അത് എസ്പെഷ്യലി ഒരു ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ സന്തോഷങ്ങൾ, മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫിസിക്കൽ കണക്ഷൻ, ഇതൊക്കെ ഇവിടെ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജി ഭയങ്കര ഡീപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു യൂണിയൻ, ആ ഒരു യൂണിയൻ നിങ്ങൾക്ക് ഇവിടെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു എനർജി. അതായത് കാമേശ്വരി ദേവി അല്ലെങ്കിൽ ഗോഡസ് ലളിത, ദ എംപ്രസ് ഓഫ് ഡിസയർ എന്ന് പറയും. ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇവിടെ, പക്ഷേ ആ ക്രിയേറ്റിവിറ്റി പൂവണിയാത്ത ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതായത് സേക്രൽ ചക്രയുടെ ഒരു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ബ്ലോക്കേജാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ആ ബ്ലോക്കേജ് മാറ്റിയെടുക്കാൻ വേണ്ട വഴികളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മുഴുവനും. ഇവിടെ നിങ്ങളുടെ കരിയറിൽ ഏതോ ഒരു പാറ്റേൺസ് പോലെ ഉണ്ടായിരുന്ന ഒരു കാര്യം അതിനൊരു ഡെഡ് എൻഡ് വരെയാണ്. ചില വ്യക്തികൾക്ക് നിങ്ങൾ എക്സിസ്റ്റിംഗ് ജോബ് ഉപേക്ഷിച്ച് പുതിയൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ജോലിയിലേക്ക് കടക്കുന്നതുമാവാം. ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. ദിസ് ഡെഡ് എൻഡ് ഇസ് ഗിവിങ് യു എ ന്യൂ ബിഗിനിങ്. ആൻഡ് ആ ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് വേണ്ട എനർജി ദ മെറ്റബോളിക്, പീസ്ഫുൾ, യൂണിവേഴ്സൽ, ഹാർമോണിയസ്, ഈക്വലിബ്രിയം, വൈസ്, റിഫൈൻഡ്, ഗുഡ്, ട്രൂത്ത്ഫുൾ. ഈ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് കീ വേർഡ്സ് ആയിട്ട് ഈ ഒരു വർഷം ഓർത്തിരിക്കാവുന്നതാണ്. പേഷ്യൻസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ കാർഡ് സത്വഗുണമാണ്. അപ്പോൾ ഇൻറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മയുടെയും ഇൻറ്റൻഷൻ പ്യോർ ആണ് എങ്കിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അതായത് നിങ്ങളെ ഇങ്ങനെയാണ് അറിയപ്പെടേണ്ടത്. നിങ്ങൾ വളരെയധികം ഒരു ഈക്വിലിബ്രിയത്തിൽ, ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസിൽ, ഇവിടെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്, അങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ അറിയപ്പെടേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് തന്നിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങൾ നടന്ന് നീങ്ങേണ്ടത്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും, എൻലൈറ്റ്മെന്റ് തരും, ഹാർമണി തരും. എല്ലാവരിലും ഒരു ദൈവാംശം, എല്ലാത്തിലും ഒരു ദൈവാംശം കാണാൻ നിങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പഠിക്കണം. എർത്ത് ആൻഡ് വാട്ടർ ആണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ റൂട്ട് ചക്ര ആൻഡ് യുവർ സേക്രൽ ചക്ര. കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ്ങർ ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറയാനുള്ള കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കൂടുതൽ ലിസൺ ചെയ്യുക. മറ്റൊരാളെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കി ലിസൺ എന്ന ഫീൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, കോൺവെർസേഷൻസ് എല്ലാം നിങ്ങൾക്ക് എഫക്റ്റീവ് ആക്കാനായിട്ടും പ്രയോജനകരമായിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. കരിയർ വൈസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം എടുക്കാൻ സാധിക്കുന്ന അഫർമേഷൻ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഐ റേഡിയേറ്റ് കോൺഫിഡൻസ്. യെസ്, നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. അതൊരു ചെറിയ വാക്കല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളെ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് അതത്ര അതത്ര ശരിയല്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് പറയാതിരിക്കുന്നുണ്ടോ? മറ്റൊരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുന്നുണ്ടോ?
കോൺഷ്യസ് ആവുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലി കരിയർ റീഡിങ്സ് നിങ്ങൾക്ക് 2025 പേഴ്സണലി വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, അതുപോലെ മെഡിറ്റേഷൻ, ഗൈഡൻസസ്, ഹീലിങ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. വിസ്ഡം. ഓക്കെ, ഡീപ്പറായിട്ട് നിങ്ങളുടെ കരിയറിൽ പഠനങ്ങൾ ആവശ്യമാണ്. റിലാക്സേഷൻ. ഓക്കെ, ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ബോഡിയൊക്കെ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അതിന് ആവശ്യമായ സമയത്ത് മാത്രം വർക്ക് ചെയ്യുക. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഒരു ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കുന്നില്ല. ഡിലിജൻസ് ആവശ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇടവേളകൾ ഉണ്ടാവുക, ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോഴും ആ സമയം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് അവിടെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതിനുള്ളൊരു കണ്ണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റണം. പാഷൻ ക്യാൻ സ്റ്റിൽ ഗിവ് യു ആൻ ഇൻകം. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് പേഷ്യൻസ്, കാർഡ് നമ്പർ 1 നിങ്ങൾക്ക് സെയിം എനർജിയാണ് വന്നത്. ആൻഡ് കറേജ്. ഓക്കെ, 28, that's number 10 and 8. ഓക്കെ, ബോട്ടം എനർജി ഇസ് ബ്രേക്ക് ത്രൂ. ഒരു ട്രാൻസ്ഫോർമേഷൻ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു ബെഞ്ച് മാർക്ക് പോലെ എന്തോ നിങ്ങളുടെ കരിയറിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ. ഓക്കെ, ആൻഡ് ന്യൂമറോളജിക്കലി നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. നമ്പർ 22 ഇൻറ്റ്യൂഷൻ. അതായത് നമ്പർ 4. ഓക്കെ, ഫൗണ്ടേഷൻ. ആൻഡ് ബോട്ടം 2 പേഷ്യൻസ് തന്നെ വന്നിട്ടുണ്ട് 2 തവണ. ഓക്കെ, ലെറ്റ്സ് സീ മോർ കാർഡ്. നിങ്ങൾക്ക് വേണ്ട ഒരു എനർജി. മൂത്ത് സ്പിരിറ്റ്, സറണ്ടർ നൗ. ആൻഡ് ബോട്ടം എനർജി സ്ക്വിറൽ സ്പിരിറ്റ് ആണ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, സറണ്ടറിങ്, ബിലീവിങ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അവിടെ അടി പതറാതിരിക്കാനായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം. ഓക്കെ, ആൻഡ് കൂടുതൽ കാർഡ്സ് നമുക്ക് നോക്കാം. 7th ഹൗസ്, ട്രേഡിൻ്റെ ഒരു എനർജി, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു എനർജി, ഇൻറ്ററാക്ഷൻ. ബേസിക്കലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ വരുന്ന വ്യക്തികളോട് സൂക്ഷ്മമായിട്ട് പെരുമാറുക. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. അതുപോലെ ഒരു ക്ലയൻറ്റുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ഷൻ നടത്തുന്ന സമയത്ത് അവരുടെ മനസ്സ് മനസ്സിലാക്കി, അവരുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് ഇടപെടുക. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളത്. ഓക്കെ, സൈൻ, രാശി സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. ജൂപ്പിറ്റർ എനർജി, ഇവിടെയും ജൂപ്പിറ്റർ എനർജിയാണ്. സോ ഈ ഒരു വർഷം നിങ്ങൾക്ക് ലക്ക് കരിയറിലുണ്ടായിരിക്കും. ആ ലക്ക് ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം.
ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്പാൻഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ കണ്ടു. കരിയറിൽ ഒരു എക്സ്പാൻഷൻ ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. ബോട്ടം എനർജി മൂൺ ആൻഡ് ജൂപ്പിറ്റർ ടുഗെദർ ഗജകേസരി യോഗ എന്ന് പറയും. ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ ഒരുപാട് നോളജ്, അറിവ്, വിസ്ഡം ഇതൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന എനർജിയാണ്. അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരാളുടെ എനർജി ആണ് എന്ന് പറയും. ക്ലാരിഫിക്കേഷൻ കാർഡ്സ്. വേൾഡ്. ഓക്കെ, ഒരു ട്രാവലിംഗ് ആവശ്യമാണ് ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട്. യു കണക്റ്റിംഗ് ടു ദ വേൾഡ്. ഇനി ട്രാവലിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. വളരെ സ്മൂത്ത് ഗോയിങ് ആയിരിക്കും ഈ ഒരു വർഷം നിങ്ങളുടെ കരിയർ. ദ ടവർ. ഓക്കെ, ഇവിടെ വാട്ടർ എനർജി വളരെ സ്ട്രോങ് ആണ്. ബേർഡൻ ഉള്ള എന്തോ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വഴി ഓപ്പൺ ആക്കിയിട്ട് അത് കടന്നു പോകുന്നുണ്ട്. ഓ, ഡെവിൾ എനർജി. ഓക്കെ, ഇത് നിങ്ങളുടെ വീക്ക്നെസ്സുകളെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അഡിക്ഷൻസ്, പ്രൊക്കാസ്റ്റിനേഷൻ, അതായത് ഇപ്പം മടി, കാര്യങ്ങൾ തള്ളി വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വേറെ എന്തിലൊക്കെയാണ് ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോർ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ലിമിറ്റേഷൻസ്. എന്നാൽ ഈ ലിമിറ്റേഷൻസിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതുമില്ല. നിങ്ങൾ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ബ്രേക്ക് ത്രൂ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ചക്ര, തേർഡ് ഐ ചക്ര സ്ട്രെങ്തൻ ചെയ്യണം. നിങ്ങളുടെ ആർക്കിടൈപ്പ് എനർജി ഫോർ കരിയർ ദിസ് ഇയർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. The kiss. Okay. The eternal child. The bottom energy is stone വന്നിട്ടുണ്ട്. കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അതായത് നത്തിങ് ഇസ് റിട്ടൺ ഓൺ സ്റ്റോൺ, നത്തിങ് ഇസ് റിട്ടൺ ഇൻ സ്റ്റോൺ എന്ന് പറയും. ചില കാര്യങ്ങൾ പ്രീഡെസ്റ്റൈൻഡ് ആണ്, എന്നാൽ അവിടെ നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. അതിനെ ഒന്ന് തിരുത്തി എഴുതാൻ, അതിനൊരു പൂർണ്ണമായിട്ടൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതല്ല, അതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാനും കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഉള്ളതിനെ ബേസ് ആക്കി വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ഫാമിലി ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലി ബിസിനസ്സിനെ കുറച്ചു കൂടുതൽ ഹൈറ്റ്സിലേക്ക്, വേറൊരു തലത്തിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഏരിയയിൽ അറിയപ്പെടുന്ന ഒരു സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ നിങ്ങൾ വേൾഡ് വൈഡിലേക്ക് എത്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. സോ ഈ ഒരു കറേജ് കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം, പവർ, സ്വയം മോട്ടിവേറ്റ് ചെയ്യണം, സ്വയം ഒരു പവർ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്ക്. നിങ്ങൾ കറേജിയസ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു തരത്തിലും പേടികൾ ഉണ്ടാവാത്തൊരു വ്യക്തിയാണെന്നല്ല. കരിയറിൽ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവും, ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിനെ ഒന്ന് കോൺകർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വിജയമാണ്, അതും എക്സ്ട്രാ ഓർഡിനറി വിജയമാണ്. സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസിനെ മറികടക്കുക, അതാണിത്. സെൽഫ് ഇമ്പോസ്ഡ് ആണ് നിങ്ങളുടെ ലിമിറ്റേഷൻസ്, അല്ലാതെ അത് യഥാർത്ഥമായിട്ട് അവിടെ ഉള്ള ലിമിറ്റേഷൻ ഒന്നും അല്ല. ഇന്നർ ഗൈഡൻസിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ, ആ ചെറിയ വോയിസിനെ തീരെ അങ്ങ് അവഗണിക്കാതിരിക്കുക, അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്, ലൈക്ക് മെഡിറ്റേഷൻ,
ഡെവലപ്പ് യുവർ ക്ലെയർ വോയിൻറ്റ്, ക്ലെയർ കോഗ്നിസൻ്റ് എബിലിറ്റീസ്, ഇതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം ഇവിടെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ ആ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇന്നതായിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയും. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ നിങ്ങളുടെ ഹയർ അതോറിറ്റീസോ ഒക്കെ പറയുന്ന രീതി വേറെയായിരിക്കും. പക്ഷെ ഒരു ഡെസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് വെച്ചിട്ടാണ്. കാര്യം നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവസാനം റിസൾട്ട് കൊണ്ടു കൊടുക്കുക. റിസൾട്ടാണ് നിങ്ങളുടെ ആൻസർ. മോഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കഹോളിസം, വർക്കഹോളിക് നേച്ചർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഓവർ റിയാക്ഷൻസ് കുറയ്ക്കാം. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കേപ്പബിലിറ്റിയിൽ ചെയ്യുക. അപ്പം ഈ ഒരു ഡെവിൾ കാർഡ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാത്തിനെയും നിങ്ങൾ അങ്ങ് കയറി ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരാൾ ചെയ്യുന്നതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ ചെയ്യുന്നതിനെ മറ്റുള്ളവരും ജഡ്ജ് ചെയ്യും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കുറവ് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവരങ്ങനെ കാണും. അതുകൊണ്ട് ബെറ്റർ ചെയ്യാതിരുന്നേക്കാം. അത് മാറ്റിവെക്കുക. മോഡറേഷൻ ഇവിടെ ആവശ്യമാണ്. ചില ചെറിയ നിർബന്ധങ്ങൾ, അതായത് ഞാൻ ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള നിർബന്ധങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുക. പല വഴിയിലായിരിക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടുക. അപ്പം അതുകൊണ്ട് ഈ റിസൾട്ട് എന്ന് പറയുന്നതിന് ഇന്ന ഒരു വഴി മാത്രമാണ് എന്നുള്ള തോട്ടും മാറ്റിവെക്കുക. ഓക്കെ. ഈ സജിറ്റേറിയസ് കാർഡ് ഇത് പറയുന്ന ഒരു എനർജി ഉണ്ട്, ഫിലോസഫിക്കൽ അപ്രോച്ച്. നമുക്ക് എല്ലാവർക്കും ചാണക്യ തന്ത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാണക്യനെ വലിയ ബുദ്ധിമാനായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഗുരുവാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? പുള്ളിയുടെ വഴി ഫിലോസഫിക്കലാണ്. ആൻഡ് ആൻ ഇന്റലിജന്റ് പേഴ്സൺ വിൽ ഓൾവേസ് ഫോളോ ഫിലോസഫിക്കൽ ഐഡിയോളജീസ്. കാര്യം അവർക്ക് അതിലൂടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും. പക്ഷെ ഇവിടെ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ടാക്ടിക്സ് ആവശ്യമാണ്. ടാക്ടിക്സ് നിങ്ങൾക്ക് കിട്ടുക ത്രൂ ഫിലോസഫിക്കൽ ഐഡിയോളജീസ് തന്നെയാണ്. ഇവിടെ വർക്കഹോളിസം കുറയ്ക്കണം, പ്ലേഫുൾനെസ് ഉണ്ടാവണം ജീവിതത്തിൽ. അതർ ഏരിയാസ് ഓഫ് യുവർ ലൈഫ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്തില്ലെങ്കിൽ വർക്കിൽ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ടയേർഡാവും. അപ്പം നിങ്ങളുടെ ടയേർഡായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഇത് മതിയായിരുന്നു എന്ന് ഓട്ടോമാറ്റിക്കലി പറയാൻ തുടങ്ങും. അത് നിങ്ങളുടെ കരിയറിന് നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ. ഈ ഒരു കിസ് എനർജി വരുന്നത് ബി എക്സ്പ്രസീവ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ പറയാനുള്ളത് ഐദർ ത്രൂ ബോഡി ലാംഗ്വേജ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ വെർബലി എക്സ്പ്രസ് ചെയ്യുക. കുറച്ചും കൂടെ നിങ്ങളുടെ വർക്ക് പാറ്റേണുമായിട്ട്, അല്ലെങ്കിൽ വർക്കിൻ്റെ ഒരു കൾച്ചറുമായിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്നുള്ളതിലേക്ക് ഇഴുകി ചേരാനും കൂടെ നിങ്ങൾ ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. ഈ ഒരു എറ്റേണൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ ടൈംലെസ് എനർജിയാണ്. സോ ഗോ ബിയോണ്ട് വാട്ട് യു കനോട്ട് അച്ചീവ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന, പോസിബിൾ അല്ലെന്ന് മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളെയും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ടത് അറിവാണ്. ഒരുപാട് വായന ഉണ്ടാവുക. വായന എന്ന് പറയുമ്പോൾ ബുക്സ് തന്നെ വായിക്കുക എന്നുള്ള, പണ്ട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നത് അതിൽ കൂടെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല. പോഡ്കാസ്റ്റുകൾ കേൾക്കാം, യൂട്യൂബ് ചാനൽസിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. എക്സ്പ്ലോർ ചെയ്യുക, അതാണ് ബേസിക്കലി. ലീവ് ഹാർഡ്, ഡൈ യങ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഈ എറ്റേണൽ ചൈൽഡ് പറയുന്നത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ലൈക്ക് റിസൾട്ട് നിങ്ങൾക്ക് എറ്റേണലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിനൊരു അന്ത്യമില്ലാത്ത ഒരു ലൈക്ക് എ ജനറേഷണൽ വെൽത്ത് ആൻഡ് ലൈക്ക് എ ടൈംലെസ് റിവാർഡ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അഫർമേഷൻസ് എന്താണ് എന്നുകൂടെ നമുക്ക് നോക്കാം. ഈ ഒരു വർഷം നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്
ഐ എം നോട്ട് പെർഫെക്റ്റ് ആൻഡ് ദറ്റ്സ് ഓക്കെ. നമ്മളത് ഓൾറെഡി പറഞ്ഞിരുന്നു. പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരിക. കാര്യം പെർഫെക്ഷൻ ഇസ് ഇറ്റ് സെൽഫ് എ മിത്ത്. അങ്ങനെ ഒരു ബെഞ്ച് മാർക്കൊന്നുമില്ല. ആരും പൂർണ്ണരല്ല. പൂർണ്ണരാണെങ്കിൽ ആരും ഈ ലോകത്ത് നിലനിൽക്കില്ല. ഇവിടുന്ന് അപ്പോഴേ ഡിവൈനിലേക്ക് അങ്ങ് മേർജ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഉദ്യമം ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ പെർഫെക്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അളവുകോലായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് സോളിന്റെ എവല്യൂഷന്റെ പെർഫെക്ഷൻ ആണ് അത്. നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് എത്തിച്ചേരും. നമ്മളും ഡിവൈനും ഒന്നായി, അവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ തത്വമസിയുടെ കോൺസെപ്റ്റ് പറയുന്നത് പോലെ 18 പടികളിലെ 18 പടികളും കടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനും ദൈവവും ഒന്നായി. ആ 18 പടിയിലുമുള്ള 3 ഗുണങ്ങൾ, വിദ്യ, അവിദ്യ, കാമക്രോധ ലാഭ മോഹ മത മത്സര്യ ഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ച്, അപ്പം ഇങ്ങനെയെല്ലാം ഉപേക്ഷിച്ചെത്തുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. സാഹചര്യം എന്താണോ അത് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാം എന്നല്ല. ഇപ്പം എന്താ ഉള്ളത് അതിൽ നിന്ന് എന്ത് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്കിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ, ഹീലിങ്സ്, മെഡിറ്റേഷൻ ഗൈഡൻസസ് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.